സെക്രട്ടറി പറഞ്ഞെന്തറിയോ? AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞെന്താ അറിയോ? ഈ ഒറ്റ കാര്യം പറഞ്ഞല്ലോ, എന്താ അറിയോ? ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ഈ പൈസ ഇല്ല എന്നാ പറഞ്ഞത്. ഒരു മിനിറ്റ്, ആ ഭരണമില്ല, അങ്ങനെയല്ല, ഒരു മിനിറ്റ്, ഭരണമില്ല എന്ന് പറഞ്ഞാൽ തെലങ്കാന സർക്കാർ കേരളത്തിൽ കോടികൾ ഒഴുക്കുന്നു. ഒരു ചോദ്യമില്ല. മ്യൂട്ട് ചെയ്തു. ഒറ്റ മിനിറ്റ് ഞാൻ പറയാം. എന്റെ പോയിന്റ് പറയട്ടെ. ദേശീയപാത പൊങ്ങച്ചം പറയുമ്പോൾ 2025 മെയ് 22-ാം തീയതി പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള LDF പൊതുയോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി നടത്തിയ പ്രസംഗത്തിലെ വാചകങ്ങൾ ഞാൻ വായിക്കാം. ആ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദേശീയപാത സുനിലെ ശരിയല്ലോ അത് സുനിലെ. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേൾക്കൂ. ദേശീയപാത 2014 വായിക്കുന്നത് എന്തെങ്കിലും പറയാം. ഇത് ഏത് സർക്കാരിന്റെ കാലത്തെ 2025 22 മെയ് 22 ഞാൻ പറഞ്ഞു കേട്ടില്ല. അങ്ങ് 2000 ഒന്നുകൂടെ പറ. ചെവി ആദ്യം പറയും 2014 അല്ല, തെറ്റാണ്. ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞില്ല. 2025 മെയ് 22 രണ്ടാം പിണറായി സർക്കാർ സീരിയസ് പറയണേ. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ ഒരു തരത്തിലുള്ള പങ്കാളിത്തമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാതയുടെ ആ മുതൽ ക്ഷാവരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷ. മാറി നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നിർമ്മാണത്തിലും ദേശീയപാതയിൽ തകർച്ചയുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ അത് സത്യമാണെന്നേ. ഒരു മിനിറ്റ്, എന്താ അതല്ല സത്യം പറയോ? സർക്കാർ എന്താ പറയുന്നത്? അത് ദേശീയപാത പണിയുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. കേരളത്തിൽ സർക്കാർ പറയുന്നത് 45 മീറ്റർ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഹൈവേ വന്നത്. ഈ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്യാതെ പോയത് അത് തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്യാതെ പോയത് 45 മീറ്റർ സ്ഥലം. ഞാനൊരു വാക്ക് അങ്ങോട്ട് വായിക്കാം. അല്ല, 45 മീറ്റർ ദേശീയപാത കേരളത്തിൽ സാധ്യമല്ല. അങ്ങനെ ആവശ്യപ്പെട്ടാൽ 15 വർഷം കഴിഞ്ഞാലും ദേശീയപാത വികസനം പൂർത്തിയായില്ല എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ കാര്യം കൂടെ പറ. അതിനുശേഷം 15 വർഷമായോ? 10 വർഷം കൊണ്ട് ദേശീയപാത പൂർത്തിയായി. ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ആയിരിക്കണം കേരളം ഭരിക്കേണ്ടത്. അത്രേ പ്രശ്നമുള്ളൂ. ഈ പത്രത്തിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ PRD പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഒറ്റ പ്രശ്നമുള്ളൂ. എന്താ അറിയോ? ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഇല്ലാതെ പോയി. ആ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഇതെല്ലാം നടപ്പിലാക്കി. അത്രേ ഉള്ളൂ. പിണറായി വിജയന്റെ ഇച്ഛാശക്തി, പിണറായി വിജയന്റെ ഇച്ഛാശക്തി, പിണറായി വിജയന്റെ ഇച്ഛാശക്തിയാണ്. ഈ വാർത്തകളിലെ വസ്തുതയോ വസ്തുതാവിരുദ്ധതയോ അല്ല ഇന്ന് വലിയ വിഷയമായത്. PRDക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം മാത്രമാണ്. 2,13 ലക്ഷം രൂപ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തെലങ്കാന സർക്കാർ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ ഇവിടെ കോൺഗ്രസ് ഇല്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഭരിക്കുന്നത്. അതാണ് ചോദിക്കുന്നത്. അല്ല, തെലങ്കാനയിലുള്ള പ്രതിപക്ഷ പാർട്ടി ചോദിക്കുന്നുണ്ടെന്ന്. തെലങ്കാനയിലുള്ള ഈ ബഹളം വെച്ച സുല്ലടക്കം സമ്മതിച്ചിരിക്കുക. അല്ല, യെസ് എന്ന് 3 എന്നുള്ളതല്ല. അതെന്താന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ വാർത്ത കൊടുക്കാത്ത ധാർമ്മികത അല്ല, സർക്കാർ കൊടുത്ത PRD കൊടുത്ത പരസ്യത്തിന് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്രതിപക്ഷത്തിനാണ് ഇതിന്റെ പ്രതിപക്ഷ പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത്.
കൺക്ലൂഷൻ എന്ന് പറയുന്നത് സാങ്കേതികമായി കൺക്ലൂഷൻ എന്ന് പറയുന്നത് കൺക്ലൂഷൻ എന്ന് പറയുന്നത് അല്ല, നാട്ടിൽ നടപ്പില്ലാത്തതും ചട്ടവിരുദ്ധവും നിയമലംഘനവുമായ കാര്യങ്ങൾ ചെയ്താൽ ഇമ്പാക്ട് അത് ആരാണെങ്കിലും പറ, അതിന്റെ കൂടെ അതും കൂടെ പറ, അത് ആര് ചെയ്താലും ഒന്നും കൂടെ പറ, അത് ആര് ചെയ്താലും തീർച്ചയായും. അങ്ങനെ പറഞ്ഞു. പക്ഷേ തെലങ്കാന സർക്കാർ കൊടുത്തത് തെലങ്കാന സർക്കാർ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. കേരളത്തിലുള്ള രാഷ്ട്രീയ ബുദ്ധി കൂടുതലാണ് അല്ല. തന്നെയാണ്. അതാണ് എനിക്ക് ഈ സർക്കാരിനോട്